ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് വളരെ രുചികരമായ അയല മീൻ മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ കറി തയ്യാറാക്കാവുന്നതാണ്. കറി തയ്യാറാക്കാനായി ഞാനിവിടെ ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി അരച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എത്ര ഗ്രേവി ആവശ്യമായിട്ടുണ്ടോ അതനുസരിച്ചുള്ള ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മൂടി വെച്ച് നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഈ സമയത്ത് സ്പൂണൊക്കെ ഇട്ട് ഇളക്കുകയാണെങ്കിൽ അയല മീനൂടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയലമീൻ മുളകിട്ടത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് മീൻ മുളകിട്ടത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.